ഹായ് മക്കളെ, നമ്മുടെ NTPCയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നു കഴിഞ്ഞു. ഗ്രാജുവേറ്റ് ലെവലും അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യാൻ പോവാന്ന് എനിക്കറിയാം. പക്ഷെ മക്കളെ, നിങ്ങൾ തീർച്ചയായും അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ പലരും ചിലപ്പോൾ എന്താണ് സോണുകൾ RRB സോണുകൾ വെക്കുമ്പോൾ നമുക്ക് വേണ്ടത്ര അറിവുണ്ടാക്കില്ല ഏത് സോൺ വെക്കണം എന്നുള്ള, അല്ലെ? അപ്പൊ നമ്മൾ ട്രിവാൻഡ്രം അല്ലെങ്കിൽ ചെന്നൈ, ബാംഗ്ലൂർ ഒക്കെ വെക്കും. പക്ഷെ മക്കളെ, ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും ഒരു RRBക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, സോൺ പ്രിഫർ ചെയ്യുമ്പോൾ, നിങ്ങൾ അവിടുത്തെ വേക്കൻസി, കോമ്പറ്റീഷൻ ലെവല്, കട്ട് ഓഫ് മാർക്ക് ഇതൊക്കെ നോക്കി വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. പലരും അത് ചെയ്യാറില്ല. പലരും എന്താണ് അക്ഷയയിൽ പോയിട്ട് അപ്ലൈ ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് അപ്ലൈ ചെയ്യാണ്, ഏത് RRB എന്ന് നോക്കാതെ തന്നെ. ഇപ്പൊ ചെന്നൈ ആകാം, ചിലപ്പോൾ ബാംഗ്ലൂർ ആയിരിക്കും, പറയുന്ന കേട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ കഴിഞ്ഞ എക്സാംസിലൊക്കെ പല ഉദ്യോഗസ്ഥരും പറയട്ടെ, ഞാൻ ഇന്ന സോണുകൾ വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ റാങ്ക് ലിസ്റ്റിലായിരുന്നു. അപ്പൊ അതിന് മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി അപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് ഏതാണ് ഇമ്പോർട്ടൻറ്റ് സോണുകൾ, നമ്മളെ മലയാളികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സോൺ ഏതാണ്, കിട്ടാൻ ചാൻസ് ഉള്ള ഏതാണ്, ഏതിലാണ് കോമ്പറ്റീഷൻ ലെവലുള്ളത്, ഏതാണ് കട്ട് ഓഫ് മാർക്ക് വരാൻ ചാൻസ് ഉള്ള എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കണം മക്കളെ, RRB ഗ്രാജുവേറ്റ് NTPCയുടെ ഗ്രാജുവേറ്റ് ലെവലിലാണ് ഞാൻ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസിന് നോക്കിയ പോസ്റ്റുകൾ ഞാൻ പറയാ, നമുക്ക് എന്തൊക്കെ പോസ്റ്റ് വരുന്നത്. നമ്മുടെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ പോസ്റ്റ് ഉണ്ട്, പിന്നെ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉണ്ട്, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, അതുപോലെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത്തരം പോസ്റ്റുകളാണ് വരുന്നത്, അല്ലെ? അപ്പൊ ഇതിൽ തന്നെ ഞാൻ ഇവിടെ നോക്കണം, നമ്മുടെ ബാംഗ്ലൂര്, അവർ ചെന്നൈ, സെക്കന്ദരാബാദ്, ട്രിവാൻഡ്രം, ഇതാണ് മലയാളികൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. എന്താണ് സൗത്ത് ഇന്ത്യയിലെ എന്താണ് RRBs വരുന്നത്, അല്ലെ? അപ്പൊ ഈ ഓരോ RRBയിലും ഞാൻ നോക്കിയാ ഓരോ പോസ്റ്റിന്റെ ഈ വർഷം വന്ന ഗ്രാജുവേറ്റ് ലെവലിന്റെ വേക്കൻസി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കടാ, ബംഗളൂരു എടുത്തു കഴിഞ്ഞാൽ എന്താ, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 10 വേക്കൻസിയാണ്, അല്ലെ? സ്റ്റേഷൻ മാസ്റ്റർ 36 ആണ്, അല്ലെ? പിന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജർ 134 ഉണ്ട്, ജൂനിയർ അക്കൗണ്ട് 30 ഉണ്ട്, 31 ഉണ്ട്, അല്ലെ? ചെന്നൈയിലൊക്കെ ഒന്ന് നോക്കിയടാ, ഇവിടെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 6 വേക്കൻസികളിൽ, സ്റ്റേഷൻ മാസ്റ്റർ ആക്കിയിട്ട് 2 വേക്കൻസികളുള്ളത്. പിന്നെ ട്രെയിൻ ഗുഡ്സ് ട്രെയിൻ മാനേജർ 3 വേക്കൻസി. ഇത് 3 വളരെ വേക്കൻസികൾ കുറവാണ് ഇവിടെ ചെന്നൈ റീജിയനിലേക്ക് വരുമ്പോൾ. പക്ഷെ എന്താ പറയാ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് 125 വേക്കൻസിൽ ചെന്നൈ വരുന്നുണ്ട്. ഇനി സെക്കന്ദരാബാദിലേക്ക് വന്നാൽ എന്താ, നമുക്ക് ചീഫ് കൊമേഴ്ഷ്യൽ 34 വേക്കൻസികളുണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ 74 വേക്കൻസികളുണ്ട് സെക്കന്ദരാബാദിൽ. ഇനി ട്രെയിൻസ് മാനേജർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ 190 വേക്കൻസികളാണ് സെക്കന്ദരാബാദിൽ വരുന്നത്. അതുപോലെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് 71, പിന്നെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 27 വേക്കൻസിലും വരുന്നുണ്ട്. അപ്പൊ ട്രിവാൻഡ്രത്തൊക്കെ 4, 27, 17, 10 അങ്ങനെ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കണം മക്കളെ, സൗത്ത് ഇന്ത്യയിലെ നമ്മുടെ RRB സോൺ നോക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന എവിടെയാ, 396 വേക്കൻസികൾ എവിടെയാണ്, സെക്കന്ദരാബാദിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത്, അല്ലെ? ഈ പ്രാവശ്യം നോക്കിയാൽ ചെന്നൈയിലൊക്കെ വളരെ കുറച്ച് വേക്കൻസികളെ ഈ പ്രാവശ്യം വരുന്നുള്ളൂ. 197 വേക്കൻസികളിൽ അതിൽ തന്നെ നല്ല പോസ്റ്റുകളായ RRB NTPC ഗ്രാജുവേറ്റ് ലെവലിൽ, അല്ലെ, നല്ല പോസ്റ്റുകളായ സ്റ്റേഷൻ മാസ്റ്റർ, ചീഫ് കൊമേഴ്ഷ്യൽ സൂപ്പർവൈസർ 6ഉം 2ഉം വേക്കൻസി വളരെ കുറഞ്ഞ വേക്കൻസികളാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാനുള്ള മക്കളെ, നിങ്ങൾ വേക്കൻസീസ് നോക്കിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. വേക്കൻസീസ് മാത്രമല്ലടാ, കട്ട് ഓഫ് മാർക്കും കോമ്പറ്റീഷൻ ലെവലും നോക്കണം. അത് നമുക്ക് അടുത്ത സൈഡിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കണം മക്കളെ, ഇവിടെ ഞാൻ പറയാൻ നിങ്ങൾ സെക്കന്ദരാബാദ് അപ്ലൈ ചെയ്യാൻ പറയുള്ളൂ. സെക്കന്ദരാബാദ് ഫസ്റ്റ് പ്രിഫറൻസ് സെക്കന്ദരാബാദ് എടുക്കാൻ പറയുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാംഗ്ലൂർ കൊടുക്കുക, ചെന്നൈ കൊടുക്കുക, അതുപോലെ ട്രിവാൻഡ്രം കൊടുക്കുക. ട്രിവാൻഡ്രം ഞാൻ പറയില്ല, ലേഡീസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രം പ്രിഫർ ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ സെക്കന്ദരാബാദ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ കൂടുതൽ ചാൻസ് എന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ പല ഉദ്യോഗസ്ഥരും ചോദിക്കുന്നുണ്ടാവും, സാർ സെക്കന്ദരാബാദിൽ കട്ട് ഓഫ് കൂടുതലല്ലേ എന്ന്. നമുക്ക് നോക്കാം കട്ട് ഓഫ് എങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ നോക്കാം. ഇവിടെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ആണ്, അതായത് NTPC ഗ്രാജുവേറ്റ് ലെവലിൽ കഴിഞ്ഞ വർഷം നമ്മൾ CBT 1ന്റെ കട്ട് ഓഫ് ഞാൻ പറയുവാണ്. ഇവിടെ നോക്കടാ, ബംഗളൂരിൽ വരുന്നപ്പോ കട്ട് ഓഫ് 67, 76 കട്ട് ഓഫ് വരുന്നത്. ഇത് ഞാൻ വന്ന് ഡെസിമൽ വാല്യൂ എഴുതിയിട്ടില്ല കേട്ടോ. ഇത് ജനറൽ പേപ്പറിലെ കട്ട് ഓഫ് ആട്ടോ, ജനറൽക്കാരുടെ കട്ട് ഓഫ് ആണ്. 67 76 എടുക്കാന്ന് വെച്ചത്. ഇനി ചെന്നൈയിലേക്ക് വരുമ്പോൾ 70, 79 ആയിരുന്നു കട്ട് ഓഫ് നിന്നത്. അവർ സെക്കന്ദരാബാദിലേക്ക് 70, 80 ആയിരുന്നു. ട്രിവാൻഡ്രം 70, 73 കട്ട് ഓഫ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോ എടാ മക്കളെ, നിങ്ങൾ നോക്കടാ, കട്ട്
ഓഫുകൾ എല്ലായിടത്തും ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരുപോലെ വന്നേക്കുന്നത് അല്ലെ. പക്ഷെ ഞാൻ പറഞ്ഞ കോമ്പറ്റീഷൻ ലെവല് കുറേയും കൂടുകയും ചെയ്ത പല അറബി സോണുകളുണ്ട്. ഇപ്പൊ ഞാൻ പറയാലോ, നമുക്കിപ്പോ സെക്കന്ദരാബാദ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യ മാത്രമല്ലടാ, നമുക്ക് എന്താണ് അവിടെ ഒറീസ്യ, അവിടുത്തെ ആൾക്കാർ ആ റീജിയനിലെ ആൾക്കാരുടെ അപ്പുന്ന ഒരു സ്ഥലമാണ് ഇതൊരു സെക്കന്ദരാബാദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്തുതന്നെ നോക്കണം, സെക്കന്ദരാബാദിൽ 70-80 അവിടെ നോക്കണം, ചെന്നൈയിൽ 70-79 നോക്കിയാൽ ഇതെല്ലാം എന്താ അടുത്തടുത്തൊക്കെ വന്നേക്കുന്നത്. അപ്പോ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, അത് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എനിക്ക് നിങ്ങളൊക്കെ വേക്കൻസി നോക്കണം, നിങ്ങൾ അപ്പയം അവിടെ വേക്കൻസിയിൽ കുറവാണെങ്കിൽ എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് കൂടുക. ഇത് കഴിഞ്ഞ വർഷത്തെ വേക്കൻസി അനുസരിച്ച് ഈ കട്ട് ഓഫ് വന്നേക്കുന്നത്. ഈ വർഷം വേക്കൻസിയിൽ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ചെന്നൈയിലൊക്കെ കട്ട് ഓഫ് കൂടുന്ന വരാം, വളരെ കൂടുന്ന സെക്കന്ദരാബാദിനൊക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക മക്കളെ. നിങ്ങൾ വേക്കൻസിയിൽ നോക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് ടൈറ്റ് കോമ്പറ്റീഷൻ ആയി നടക്കാൻ പോകുന്ന നല്ല മാർക്ക് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാറ്റുള്ളൂ, ജയിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ. പിന്നെ വേറെ കാര്യം പറയാം, NTPC എക്സാംസിന് ഞാൻ പറയാനുള്ള നിങ്ങൾ 80+ മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ. അപ്പൊ നല്ലപോലെ പഠിക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ ഇത് NTPC. NTPC നല്ല പോസ്റ്ററാ, അവിടെ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ നല്ലപോലെ പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ പഠിക്കണം എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഇവിടെ മക്കളെ ഞാൻ പറയാലോ, നമ്മള് സാധാരണ പറയാൻ NTPCയിലെ സെലക്ഷൻ പ്രോസസ് എന്താ, CBT 1 ഉണ്ട്, CBT 2 ഉണ്ട് അല്ലെ, പിന്നെ സ്കിൽ ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ 2 പരീക്ഷയുടെ നിങ്ങൾ പാസ്സാണ്ട്. അല്ലെ ആദ്യത്തെ പരീക്ഷ തന്നെ നമ്മുടെ മലയാളികൾ പല ഉദ്യോഗാർത്ഥികൾ ഫെയിൽ ആയി പോവാണ്. ഏത് CBT 1 എന്ന് വെച്ചാൽ. കാരണം എന്താടാ, നല്ലപോലെ പ്രിപ്പയർ ചെയ്യാത്തോണ്ടാന്ന് ഞാൻ പറയും. CBT 1 എന്താ, നമുക്ക് സിലബസ് നോക്കിയാൽ വളരെ സിമ്പിൾ ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക് ഞാൻ നോക്കിയാ മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട് അല്ലെ. എത്രയാ 30, 40, 100 മാർക്കിന്റെ എക്സാം അല്ലെ, 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ മലയാളികളിൽ പലരും എന്താ വളരെ കുറഞ്ഞ മാർക്കിലായിപ്പോയി കഴിഞ്ഞ NTPC എക്സാംസിൽ. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സീരിയസ്നെസ്സോടെ കണ്ടില്ല ഏത് NTPC എക്സാംസിന്. പലരും ഫെയിൽ ആയിപ്പോയി. CBT 1, CBT 2 എഴുതാൻ പോലും പലർക്കും പറ്റിയില്ല. കാരണം എന്താണ്, അത്രക്ക് അലസമായിട്ടാണ് മലയാളികൾ NTPC എക്സാംസിന് എന്ത് ചെയ്ത് അപ്രോച്ച് ചെയ്ത് ഞാൻ പറയാം. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ പഠിക്കലാണല്ലോ, അവര് അതുപോലെ ഡെഡിക്കേറ്റ് ആയിട്ട് പഠിക്കണം. മലയാളി പ്രതീക്ഷിച്ചില്ല ഇത്ര കട്ട് ഓഫുകൾ വരുമെന്ന്. സിമ്പിൾ ആയിട്ട് 50 കട്ട് ഓഫ്, 45 കട്ട് ഓഫ് വരുമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ പഠിച്ചവരൊക്കെ ഫെയിലായി പോയി. അപ്പൊ എനിക്ക് പറയാനുള്ള മക്കളെ, ഓരോ ദിവസവും ഓരോ വർഷവും കഴിയുമ്പോൾ കോമ്പറ്റീഷൻ ടൈറ്റ്നസ് കൂടുതലുള്ള നല്ലപോലെ അധ്വാനിക്കാൻ, നല്ല പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ, നിങ്ങൾക്ക് തയ്യാറാണോ, നിങ്ങൾ എക്സാം കളക്ട് ചെയ്യും. നിങ്ങൾ മടിയന്മാരാണോ, നിങ്ങൾ കട്ട് ഓഫുകളും മറ്റുള്ള വിജയിച്ച കഥകളും നോക്കി മോട്ടിവേഷൻ കേട്ടിരിക്കുന്നവരാണെങ്കിൽ അവിടെ ഇരിക്കത്തേയുള്ളൂ. അപ്പൊ ഇനിയെങ്കിൽ ഞാൻ പറയടാ, 100 മാർക്കിൽ 80+ മാർക്ക് വാങ്ങാൻ തയ്യാറാണോ, വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ, എങ്കിൽ മാത്രമേ ഈ എക്സാംസിന് അപ്ലൈ ചെയ്യാവുള്ളൂ, പഠിച്ചു തുടങ്ങാവുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ നിങ്ങൾ സമയം കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ള മക്കളെ. കാരണം നല്ലപോലെ പഠിച്ചവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ഇവിടെ നോക്കടാ, ഈ മാത്സ് റീസണിങ് നോക്കിയടാ 60 മാർക്ക് വരുന്നുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏത് NTPC എക്സാം സംബന്ധിച്ചിടത്തോളം. കാരണം റാങ്ക് മേക്കിംഗ് ആണ് ആ 60 മാർക്ക് എന്ന് വെച്ചാൽ. GK ടോപ്പിക് GK 40 നമുക്ക് ഫുൾ മാർക്ക് ഒരിക്കലും വാങ്ങിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, പല ക്വസ്റ്റ്യൻസ് പല വൈഡ് ആയിട്ട് കടല പോലെ നടക്കുന്നതാണ്. പക്ഷെ എന്താ നോക്കിയാൽ ഈ 60 മാർക്ക് ഒക്കെ സുഖമായിട്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന മേഖലകളാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്താ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ്, സ്പീഡ് കാൽക്കുലേഷൻ, ട്രിക്കുകളൊക്കെ പഠിച്ചാൽ മാത്രമേ ജയിക്കുള്ളൂ. കൺവെൻഷനിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഈ 100 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 70 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പോലെ സമയം കിട്ടത്തില്ലെന്ന് ഞാൻ പറയാം. കൺവെൻഷൻ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് മലയാളം പലരും തോറ്റുപോകുന്നത് ഞാൻ പറയാം. ഓക്കെ. അപ്പൊ ഇനി ഈ ആ തെറ്റുകൾ തിരുത്തി ഈ വർഷം നല്ല പഠിക്കണം മക്കളെ. 100 മാർക്കാണ്. 100 മാർക്ക് 80+ മാർക്ക് വാങ്ങിച്ചെങ്കിൽ എക്സാം ക്രാക്ക് സാധിക്കുന്നത്. ഓക്കെ. അപ്പൊ NTPCക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ലൈവ് ക്ലാസ് ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, പിന്നെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ഞാൻ നിങ്ങൾ പഠിക്കുന്ന ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ആയിരിക്കും. ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ്, പിന്നെ PYQ PDF. ഈ ലേറ്റസ്റ്റ് നടത്ത എല്ലാ എക്സാംസിന്റെയും RPF, കോൺസ്റ്റബിൾ, SI, അവർ NTPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ്, പിന്നെ ALP, ടെക്നീഷ്യൻ, GE, ഇതെല്ലാത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോർട്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ തരുന്നതായിരിക്കും. അപ്പൊ കൃത്യമായ ഒരു ഐഡിയ കിട്ടുക റെയിൽവേ എക്സാംസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ഓക്കെ. അപ്പൊ അതുണ്ടാക്കി പിന്നെ ഷോർട്ട് ആൻഡ് നോട്ട്സ് ഉണ്ടാക്കിയ മോക്ക് ടെസ്റ്റ് എഴുതാത്ത കൊണ്ടാണ് നമ്മൾ പലർക്കും എന്താണ് സമയം കിട്ടാതെ കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇറങ്ങിയായിരിക്കും നമ്മൾ ക്ലാസ് വരുന്നത്. ഞാൻ 4-5 മാസം നിങ്ങൾക്ക് പഠിക്കാൻ തയ്യാറാണോ എങ്കിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാവും ഞാൻ പറയുന്നത്. നല്ലപോലെ പഠിച്ചാൽ, ഞാൻ ഇപ്പൊ വീണ്ടും പറഞ്ഞതാ,
പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാവുള്ളൂ. വെറുതെ എക്സാം ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളുടെ വർഷങ്ങളാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. നവംബർ 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം അയക്കാവുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. അപ്പൊ നല്ലപോലെ പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അടുത്ത NTPC നിങ്ങൾ ട്രാക്ക് ചെയ്തിരിക്കും, അതിന് ഉറപ്പാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഫോക്കസ്ഡ് ആയിട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്ന പോലെ കൃത്യമായ ആ വഴിയുടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് എക്സാം ട്രാക്ക് ചെയ്യുമെന്ന്. ഓക്കെ, അപ്പോ മറക്കല്ലേ, എല്ലാരും NTPC അപ്ലൈ ചെയ്യുമ്പോൾ സോണു നോക്കുകയാണ് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.